Good morning, everyone. Okay. Good morning, sir. Good morning, sir. Good morning, sir. Good morning. Good morning, sir. Good morning. Good morning, So, sir. good morning. Good morning. നമ്മളുടെ ലൈഫിൽ പിന്നെ നല്ല ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? എസ്പെഷ്യലി ദ മെഡിറ്റേഷൻ. നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന മെഡിറ്റേഷൻ വലിയ രീതിയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന മെഡിറ്റേഷനാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ശരിക്കും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ റിസൾട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ടാവും വിചാരിക്കും. നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻസ് ആയിക്കോട്ടെ, സംഗതികളായിക്കോട്ടെ, ആ മെഡിറ്റേഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമുക്ക് എന്താ വെച്ചാൽ സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. അത് നമുക്ക് അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ഐ എം റെഡി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. റെഡി ആൻഡ് എക്സൈറ്റഡ്. ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ എന്താണ്, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എക്സാക്ട്ലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്തേ പറ്റും. വി ഹാവ് ടു ഡു ഇറ്റ്. ഒരാളും നമുക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു സ്റ്റെപ്സ് ഞാൻ ഇവിടെ കാണിക്കാം. ഇവിടെ ഇത് കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? ഇല്ല സാർ, കാണുന്നില്ല. കാണുന്നില്ല അല്ലേ? ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയണം കേട്ടോ, ഇല്ല എങ്കിലും പറയണം. റൈറ്റ്, ജസ്റ്റ് ഗിവ് മീ എ മിനിറ്റ്. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് സെൽഫ് ഡിസിപ്ലിൻ? എന്താണ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത്? സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഓവർ മൂഡ്. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് തുടർച്ചയായിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ എന്താണ്? സ്വയം നിയന്ത്രണം, സ്വന്തം ചിട്ടയോടുകൂടി കാര്യങ്ങൾ നിയന്ത്രണം. സെൽഫ് ഡിസിപ്ലിൻ, ചിട്ടയോടുകൂടിയുള്ള ജീവിതം ഡിസിപ്ലിൻ ആകും.
ചിട്ട വേണം. അതൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് നമുക്ക് കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റും, സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുക? കൺസിസ്റ്റൻസി ഓവർ മൂഡ്. കൺസിസ്റ്റൻസി ഓവർ മൂഡ്. ഡൂയിങ് വാട്ട് നീഡ്സ് ടു ബി ഡൺ വെദർ യു ഫീൽ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ട കാര്യം എന്താണോ അത് ചെയ്യുക. അതാണ് കൺസിസ്റ്റൻസി. അടുത്തെന്താ സെൽഫ് ഡിസിപ്ലിൻ. അടുത്തത് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, ചൂസിങ് ലോങ് ടേം റിവാർഡ്സ് ഓവർ ഷോർട്ട് ടേം പ്ലഷേഴ്സ്. ചെറിയ നേരത്തുള്ള ബെനഫിറ്റിനെക്കാട്ടിലും കൂടുതൽ താല്പര്യം, കൂടുതൽ പ്രാധാന്യം, പെട്ടെന്ന് കിട്ടുന്ന സുഖങ്ങളെക്കാട്ടിലും കൂടുതൽ താല്പര്യം, പെട്ടെന്ന് കിട്ടുന്ന പ്ലഷറുകളെക്കാട്ടിലും കൂടുതൽ എന്തിലേക്ക് ഫോക്കസ് കൊടുക്കുക, തിരഞ്ഞെടുക്കുക. ഒരുപാട് സമയം എടുത്തിട്ട് റിസൾട്ട് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ സമയം എടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നതിന് തിരഞ്ഞെടുക്കുക. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിലേക്ക് പോകുന്നതിന് പകരം കുറച്ച് ടൈം എടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് കിട്ടുന്ന സംഗതികൾ മതി. നെക്സ്റ്റ് എന്താണ്? ഫോക്കസ്. ഫോക്കസ്, സെയിങ് നോ ടു ഡിസ്ട്രാക്ഷൻ, സ്റ്റിക്കിംഗ് ടു യുവർ പ്രയോറിറ്റീസ്. ഫോക്കസ് എന്താണ്? സെയിങ് നോ, നോ പറയലാണ്. എന്തിനോട്? ഡിസ്ട്രാക്ഷൻസ് ആൻഡ് സ്റ്റിക്കിംഗ് ടു യുവർ പ്രയോറിറ്റി. നമ്മുടെ എന്താണോ പ്രയോറിറ്റി അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യലാണ്. അതാണ് സെൽഫ് ഡിസിപ്ലിൻ. ഇപ്പൊ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൺസിസ്റ്റൻസി ഓവർ മൂഡ്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. സെൽഫ് ഡിസിപ്ലിൻ ഇസ് ആൾസോ ഫോക്കസിങ് ഓൺ ഓൺലി വൺ തിങ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണ് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ളതിനോടൊക്കെ നോ പറയാം. അടുത്തത് എന്താണ്? Self-discipline is also a resilient. Staying the course even when things get boring, uncomfortable or difficult. കാര്യങ്ങൾ ഡിഫിക്കൽട്ട് ആകുമ്പോൾ, അൺകംഫർട്ടബിൾ ആകുമ്പോൾ, ബോറടിക്കുമ്പോൾ പോലും ആ കറക്റ്റ് കോഴ്സിലൂടെ, ആ കറക്റ്റ് സംഗതിയിലൂടെ, ആ കറക്റ്റ് പ്രോസസ്സിലൂടെ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്തുണ്ട്? ബെനഫിറ്റ് ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ഇപ്പൊ സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെയാ കാണേണ്ടത്? തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ മസിൽ. ഒരു മസിലായിട്ട് കാണുന്നത്. ദ മോർ യു യൂസ് ഇറ്റ് ദ സ്ട്രോങ്ങർ ഇറ്റ് ഗെറ്റ്സ്, ദ ലെസ് യു യൂസ് ഇറ്റ് ദ വീക്കർ ഇറ്റ് ബിക്കംസ്. എത്ര കണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നുവോ അത്ര കണ്ട് നമുക്ക് എന്ത് ചെയ്യും? സ്ട്രോങ് ആയി മാറുന്നത്. സെൽഫ് ഡിസിപ്ലിൻ നല്ല രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ബിൽഡ് ചെയ്തെടുക്കുക. നമ്മളുടെ ഗോൾ എന്താണോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. വാട്ട് ഷുഡ് ഐ ഡു ടുഡേ? സെൽഫ് ഡിസിപ്ലിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ഗോൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടായിരുന്നോ ആക്ടിവിറ്റി ഗോൾ എഴുതുന്നതിനെ പറ്റി പറഞ്ഞത്? ആക്ടിവിറ്റി ഗോൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ആക്ടിവിറ്റി ഗോളിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. യെസ് ഓർ നോ? ഓക്കെ. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത് നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം. No. ഓക്കെ, അതിന് എളുപ്പമായല്ലോ അല്ലേ? ക്ലാസ്സിലില്ലായിരുന്നു സർ. പറഞ്ഞിരുന്നോ സുബിത മാം? സുബിത മാം പറയുന്നു ആക്ടിവിറ്റി ഗോളിനെ കുറിച്ച് പറഞ്ഞു. ആക്ടിവിറ്റി ഗോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു. എത്ര വരുമാനം നമ്മൾ ഉണ്ടാക്കണം? ഓക്കെ, എത്ര വരുമാനം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞു. ആ വരുമാനം നമ്മൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? What should we do? നമ്മളൊരു വർഷത്തേക്ക് എത്രയാണോ വേണ്ടത് തീരുമാനിച്ചിട്ട് അതൊരു മാസത്തേക്ക് അതിന് ഇത്ര സെയിൽസ് കൊണ്ടുവരണം, ഇത്ര വരുമാനം കൊണ്ടുവരണം. ഓരോ മാസത്തേക്കുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് അത് വീക്കിലി അച്ചീവ് ചെയ്യാൻ എത്ര വേണ്ടി വരും എന്നുള്ളത് സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ?
അസ്മ ഐശ്വറിനോ? കുറെ മുമ്പ് സാർ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. കുറെ മുൻപല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. അസ്മ, ഞാൻ ഇവിടെ തന്നെയല്ലേ പറഞ്ഞു? അന്നേരം അന്നത്തെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. എന്നാലും സാർ ഞാൻ മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലല്ല, 2 ദിവസം മുമ്പാണ് ഞാൻ പറഞ്ഞത്. അസ്മ, യെസ് സർ. മോർണിംഗ് ക്ലാസ്സിലല്ലേ? മോർണിംഗ് ക്ലാസ്സിലല്ലേ ഞാൻ പറഞ്ഞേ? അതെ അതെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും നോർമൽ ഗോൾ അല്ല വേണ്ടത്, വി നീഡ് എൻ ആക്ടിവിറ്റി ഗോൾ എന്ന് പറഞ്ഞത്. അതായത് ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ആ ആക്ടിവിറ്റി ഗോളാണ് നമ്മൾ എല്ലാവരും എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, നിങ്ങൾ ഇങ്ങനെ സെഷൻ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, നിങ്ങൾ നോട്ട് ചെയ്യുന്നൊന്നുമില്ല. സീരിയസ്ലി, ലൈക്ക് യു ഗൈസ് ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, സോ ആക്ടിവിറ്റി ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു, ഫോർ എക്സാമ്പിൾ പറയും, എല്ലാ ദിവസവും ഒരാൾക്ക് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞിരുന്നു അന്ന് 50 ലക്ഷം നിങ്ങൾക്ക് ഈ മാസം, ഈ വർഷം നിങ്ങൾക്ക് എല്ലാം കച്ചവടമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്ത് വരുമാനം 50 ലക്ഷം മാറ്റി വെക്കണം എന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട രീതിയിൽ വലിയ വോളിയം ഒരു ബിസിനസ്സിൽ 20% നിങ്ങൾ പ്രോഫിറ്റ് കണ്ടിട്ട് 20%-ന്റെ ആ 20% 50 മാറണം. 50 ലക്ഷം 20% മാറണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഏൺ ചെയ്യണം, നിങ്ങൾ എത്ര ഏൺ ചെയ്യണം? $50 ലക്ഷം 20% മാറണമെന്നുണ്ടെങ്കിൽ മാസം ഒരു 4 ലക്ഷം ബാക്കിയാക്കാൻ പറ്റണം. അല്ല, അപ്പൊ നിങ്ങൾ അവിടെ നിൽക്കുമോ? ഞാൻ പറയട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2.5 കോടിയുടെ ബിസിനസ് ചെയ്താലാണ് 50 ലക്ഷം നിങ്ങൾക്ക് എന്തായി മാറുള്ളൂ, ബാക്കി പ്രോഫിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. 20% പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ സംഗതി ആണെങ്കിൽ, മാർജിൻ കിട്ടുന്ന സംഗതിയാണ് എങ്കിൽ, ക്ലിയർ ആണോ? 2.5 കോടിയുടെ ടാർഗറ്റ് നിങ്ങൾ ആനുവലി ബിസിനസ് ചെയ്യണം എന്നുള്ള ഫോക്കസ് കൊടുക്കുക. 50 ലക്ഷം അടുത്ത ഒരു വർഷം ബാക്കി ആവണമെങ്കിൽ ഒരു വർഷത്തിന് 50 ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുമോ? 2.5 കോടി ബിസിനസ് ചെയ്യുന്ന ആൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. 2.5 കോടി ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ആക്ച്വലി ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ട റിസ്ക് എടുക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതിന് വേണ്ട പഠിക്കണം, കാര്യങ്ങൾ ചെയ്യണം, സംഗതികൾ ചെയ്യണം. സോ ഒരുങ്ങി ഇറങ്ങണം. അത് ഈസിയാണോ? ഇതുവരെ ചെയ്യാത്ത ഒരാൾക്ക് ഈസിയല്ല. ഓൾറെഡി ചെയ്ത ആൾക്കാർക്ക് ഈസിയാണ്, സിമ്പിളാണ്. കാരണം ആൾക്കാർ അതിൻ്റെ ഗെയിം അറിയാം, അതിൻ്റെ കളി അറിയാം, അതിൻ്റെ ബിസിനസ് മെത്തേഡ് അറിയാം. അപ്പോൾ നിങ്ങൾക്കിനി അതൊരു 50 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം, ഏതെല്ലാം നിങ്ങൾക്ക് ഒരു 10 ലക്ഷമാണ് ഒരു വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് അടുത്തൊരു വർഷത്തിൽ 10 ലക്ഷം മാറ്റി വെക്കാനും വേണം, ലാഭമായിട്ട് നിങ്ങൾക്ക് കിട്ടണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് 10 ലക്ഷത്തിൻ്റെ 10 ലക്ഷം എത്ര ലക്ഷത്തിൻ്റെ 20% നോക്കുക. 20% ആണെങ്കിൽ 50 ലക്ഷത്തിൻ്റെ 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10 ലക്ഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ഒരു വർഷത്തിനുള്ളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പിന്നീട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഈ 50-നെ ഡിവൈഡ് ചെയ്യുക 12 മാസത്തേക്ക്. അങ്ങനെ 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയുണ്ടാവും? 50-നെ 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയാമോ? മിനിമം ഒരു 6 ലക്ഷത്തിനടുത്ത് ഉണ്ടാവും ഇല്ലേ ഒരു മാസം? ശരിയാണോ? സോറി, 4,16,000 മിനിമം വേണം ഒരു മാസത്തെ ബിസിനസ്. നിങ്ങൾ അത് ചെയ്യണം. 4,16,000 രൂപയുടെ ബിസിനസ് ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കാം, ലാഭം ഉണ്ടാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ് 6 ദിവസത്തേക്ക്, അതായത് ഒരാഴ്ചയിലേക്ക്, സോറി 30 ദിവസത്തേക്ക്. ഒരു മാസത്തേക്ക് പറഞ്ഞില്ലേ? ഒരു മാസത്തേക്ക് എത്രയാണ് പറഞ്ഞത്? 4,16,000. ഒരു മാസത്തേക്ക് 4,16,000 അല്ലേ? ഡിവൈഡഡ് ബൈ 30 ഡേയ്സിലേക്ക് വന്നു. അത്
26 days. 26 days വരും. 16,000 രൂപ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? സെയിൽ ക്ലോസ് ചെയ്യണം. ഇനി അത് ക്ലോസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മളതിന് ഏറ്റവും ചുരുങ്ങിയത് എന്താ ചെയ്യാൻ പറ്റുക? 4 അടിക്കുക. സോറി, 4 അല്ല, ലൈക്ക് 6. ഒരാഴ്ചയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 96,000 രൂപയുടെ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ബിസിനസ് നിങ്ങൾ മിനിമം ചെയ്യണം ഒരാഴ്ചയിൽ. 96,000 രൂപയുടെ. അപ്പം നിങ്ങളുടെ ടാർഗറ്റ് എന്താണ്? ഫിക്സ്ഡ് ആണ്. ഇത്രയാണ് ഒരാഴ്ച ഞാൻ ചെയ്യേണ്ടത്. ഡെയിലി 16,000 അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നല്ല. പക്ഷെ ഓവറോൾ 96,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 20% ആണ് പ്രോഫിറ്റ് റേറ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങളുടെ ഗോൾ എന്താണ്? ഈ 1,00,000, സോറി, ഈ ഒരു വീക്കിൽ 16,000 രൂപയുടെ ബിസിനസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഒരു ഡെയിലി 16,000 രൂപയുടെ ബിസിനസ് ചെയ്യണമെങ്കിൽ, ഒരു വർഷം 1,00,000 രൂപയുടെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടത് എന്താണ്? എത്ര പേരെ വിളിക്കണം? എത്ര പേരെ കോൾ ചെയ്യണം? എത്ര ലീഡ്സ് ജനറേറ്റ് ചെയ്യണം? എത്ര മാർക്കറ്റിംഗ് ഷെയർ? ഇതിനൊരു ക്ലാരിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കണം. ക്ലിയർ ആണ്? ഇത്ര ക്ലാരിറ്റി, ഇത്ര ഒരു സംഗതികൾ ചെയ്യണം. അപ്പൊ എത്ര കോൾ ചെയ്യണം? എത്ര ആൾക്കാരെ മീറ്റ് ചെയ്യണം? അതിനൊരു പദ്ധതി ഉണ്ടാക്കി. എന്ത് ചെയ്താലാണ് എല്ലാ ആക്ടിവിറ്റീസ്, എന്ത് ആക്ടിവിറ്റീസ് ഡെയിലി ചെയ്യണം? രാവിലെ എണീക്ക് ഇത് ചെയ്യാം. ഓക്കെ, ആ ആക്ടിവിറ്റി ഗോൾ ഉണ്ടാക്കുക. ആ ആക്ടിവിറ്റി ഡെയിലി ചെയ്യുക. ഡെയിലി എണീറ്റ് അത് ചെയ്യുക. ജസ്റ്റ് ഡു ദാറ്റ്, ജസ്റ്റ് ഡു ദാറ്റ്, ജസ്റ്റ് ഡു ദാറ്റ്, ജസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ അത് സെൽഫ് ഡിസിപ്ലിൻ ആക്കി അത് അങ്ങനെ കൊണ്ടുവരണം. അത് ആക്ടിവിറ്റികൾ എപ്പോഴും എന്ത് ചെയ്യാം? വേറെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ആക്ടിവിറ്റി എഴുതി വെച്ച കാര്യം സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് അപ്ലൈ ചെയ്യുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? ഡെയിലി നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യല്ലേ? നിങ്ങൾ അതിൽ കഴിവുള്ള അപാരമായ കഴിവുള്ള ഒരാളായിട്ട് മാറും. വിശ്വാസമല്ലോ? കാരണം നിങ്ങൾ എല്ലാ ദിവസവും വാട്ട് യു റിപ്പീറ്റ് മീൻസ് യു ആർ പ്രാക്ടീസിങ്. ഓക്കെ, വെൻ യു റിപ്പീറ്റ് എവറി ഡേ യു ആർ പ്രാക്ടീസിങ്. when you repeat every day you are practicing. when you are practicing every day you become so good at it. അതിൽ നിങ്ങൾ കഴിവുള്ള ഒരാളായി മാറും. സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ആവശ്യം എന്തിനാണ്? ഈ റെപ്പിറ്റേഷൻ ആവശ്യമാണ്. ബാക്കിയുള്ളതിനോടൊക്കെ നോ പറയാം. അങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായാൽ യു വിൽ ബിക്കം മാസ്റ്റർ ആയിട്ട്. ആ 10 ലക്ഷം ഉണ്ടാക്കുന്നത് പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ ആദ്യത്തെ മാസം നിങ്ങൾക്ക് 1,00,000 അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ അത് 1,00,000 മുകളിൽ പോകും. അടുത്ത മാസം ചിലപ്പോൾ അത് 2,00,000 ആയിരുന്നു. അപ്പോൾ അടുത്ത മാസം ചിലപ്പോൾ എന്താ കൂടുതലായി വരും. അങ്ങനെ കൂടി വരും. ഒരു വർഷം കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ 10 ലക്ഷം ആയിരിക്കില്ല നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുക. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, 50 ലക്ഷം ബാക്കി വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിന് 5 മടങ്ങ് നമ്മളല്ലേ ബിസിനസ് ചെയ്യണം മന്ത്ലി. ഡെയിലി എക്സ്പെൻസും കഴിക്കുന്നുണ്ട് നമ്മുടെ ജീവിത ചെലവുകൾ. എങ്ങനെ? ഡെയിലി എക്സ്പെൻസ് ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. ഡെയിലി എക്സ്പെൻസ് ഒക്കെ നിങ്ങൾക്ക് ബിസിനസ്സിൽ അത് ഞാൻ പറയുന്നത് അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത്രയും ആ എമൗണ്ട് കൂടി കവർ ചെയ്യണമെങ്കിൽ അത് കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് സേവിങ്സ് ആയിട്ടല്ല, പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്ന കാര്യം. ആ പ്രോഫിറ്റിൽ നിന്നാണ് നിങ്ങളുടെ എക്സ്പെൻസ് പോകുന്നെങ്കിൽ ഓക്കെ ഫൈൻ, ആ എക്സ്പെൻസ് പോകും. കംപ്ലീറ്റ്ലി ബാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അഡീഷണലി ആഡ് ചെയ്യണം. അത് നിങ്ങൾ ആലോചിക്കുക. ലോജിക്കലല്ല, വളരെ കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കാവുന്നതല്ല. നിങ്ങൾ ആലോചിച്ചിട്ട് അതിനനുസരിച്ച് എമൗണ്ട് ഇടണം. മനസ്സിലാകുന്നുണ്ടോ? യാ, ഓക്കെ. സോ നിങ്ങൾക്ക് എന്താണ് പ്രോഫിറ്റ് ആയിട്ട് വേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ. നിങ്ങൾക്ക് എന്താണ് ബാക്കി വരേണ്ടത്? അതാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ആ എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ വീണ്ടും എമൗണ്ട് വലുതാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സെൽഫ് ഡിസിപ്ലിനോട് കൂടിയിട്ട് എന്താണ് ഇന്ന് ചെയ്യേണ്ടത്? ഞാൻ എത്ര കോൾ ചെയ്യണം? ഞാൻ എത്ര ആൾക്കാരെ മീറ്റ് ചെയ്യണം? ഞാൻ ഏത് കാര്യമാണ് എല്ലാ ദിവസവും ചെയ്യാനുള്ള റൊട്ടീൻ ഉണ്ടാക്കുക. രാവിലെ എണീക്കുക അത് പോവുക ചെയ്യുക, രാവിലെ എണീക്കുക അത് പോവുക ചെയ്യുക, രാവിലെ എണീക്കുക അത് പോവുക ചെയ്യുക.
അത് റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കണം എപ്പോഴും. നമ്മൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ മറ്റുള്ള പല പ്രൈവറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും റവന്യൂ മൾട്ടിപ്ലിക്കേഷൻ ആക്ടിവിറ്റി ആയിരിക്കില്ല, റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കില്ല. നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് വെൽത്ത് വർദ്ധിക്കില്ല. സമ്പത്ത് ഉണ്ടാക്കണോ, നിങ്ങൾ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റികളായിരിക്കണം നിങ്ങളുടെ ഗോളായിട്ട് സെറ്റ് ചെയ്യുന്നത്. വരുമാനം വർദ്ധിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഞാനിത് രാവിലെ വന്നിട്ട് ക്ലാസ് എടുക്കുന്നത് എന്തിനാ? 2 കാര്യത്തിനാണ്. ഒന്ന്, മെയിൻലി കുറേ ആൾക്കാരെ നിങ്ങൾ ഹീൽ ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, നിങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കണം. ദാറ്റ് ഇസ് ദയർ. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ എന്താണ്, എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം. നാളെ ഇതിൽ നിന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ പങ്കെടുത്തിട്ട് എന്ത് ചെയ്യണം, നല്ല ക്ലാസ്സുകളിലേക്ക് ആൾക്കാർ വരണം. So this is my revenue generating activity. Every day I woke up and I do this. I have to do video, reels video. Every day I have to get up and do it. And എൻ്റെ സെയിൽസ് ടീമുമായിട്ടും ആൾക്കാരുമായിട്ട് ഞാൻ മീറ്റ് ചെയ്യണം. എവറി ഡേ ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഡു ഇറ്റ്. കോൾ ചെയ്യണം, എല്ലാ ദിവസവും പരസ്യം ചെയ്യണം, എല്ലാ ദിവസവും പോസ്റ്റർ പോകണം. ക്ലിയർ ആണോ പറഞ്ഞത്? You get up and you do it. You get up and you do it. You get up and do it. So what is yours? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആക്ടിവിറ്റി ഗോൾ സെറ്റ് ചെയ്യുക. സോ വൈ ഡിസിപ്ലിൻ ഈസ് പവർഫുൾ? എങ്ങനെ, എന്തുകൊണ്ടാണ് പവർഫുൾ ആകുന്ന ഡിസിപ്ലിൻ? ക്രിയേറ്റ്സ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ കോൺഫിഡൻസും ട്രസ്റ്റൊക്കെ വരും. നമുക്ക് നമ്മളിലൊരു വിശ്വാസം വരും. യു വിൽ ഫോളോ ത്രൂ ഓൺ യുവർ കമ്മിറ്റ്മെന്റ്സ്. നമുക്ക് നമ്മളുടെ കമ്മിറ്റ്മെന്റ് നമ്മളോട് തന്നെ അതിൽ നമ്മൾ കീപ്പ് ചെയ്യും എന്നുള്ളൊരു, നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം ഫീൽ ചെയ്യുന്നത്. ചെറിയ ഗോളുകൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ്, ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത 30 ദിവസം ഞാനിത് ചെയ്യും. മെഡിറ്റേഷൻ. നിങ്ങൾ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളല്ലേ? ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ, ഞാൻ വളരെ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണ്, ഞാൻ അടിപൊളിയാണ്, എനിക്കിത് ചെയ്യാൻ കഴിയും. ഇതുപോലെ ഞാൻ എന്ത് കാര്യം സെറ്റ് ചെയ്താലും എനിക്കത് ചെയ്യാൻ പറ്റും. ഹലോ, ചെയ്യാൻ പറ്റുമോ? അപ്പൊ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി കൂടെ നിങ്ങൾക്ക്. നമുക്കൊരു 1% ക്ലബ് എന്ന് പറഞ്ഞ ക്ലബ് ഉണ്ട്. ആ ക്ലബിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ യു ടീച്ച് ചെയ്യും ഇതിൻ്റെയൊക്കെ ഇൻഡെപ്ത് വേർഷൻസ്. എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ 50 ലക്ഷം ടാർഗറ്റ് സെറ്റ് ചെയ്യാം, ഒരു വർഷത്തേക്ക് 50 ലക്ഷം ബാക്കിയാവുന്ന രൂപത്തിൽ 2.5 കോടിയുടെ ബിസിനസ് എങ്ങനെ ചെയ്യാം, അത് 1 കോടി ബാക്കിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തിനുള്ള 1 കോടി ബാക്കിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5 കോടിയുടെ ബിസിനസ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അതെങ്ങനെ ചെയ്യുക? ഒരു വർഷത്തിൽ 5 കോടിയുടെ ബിസിനസ്. അത് നിങ്ങൾ 8 കോടി ചെയ്ത് കഴിഞ്ഞാൽ $1 മില്യൺ ബിസിനസ് ചെയ്തു. 1 മില്യൺ, നിങ്ങളൊരു മില്യണയർ ആയി മാറും. നിങ്ങളൊരു മില്യൺസ് ജനറേറ്റ് ചെയ്തതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണോ, നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള ട്രസ്റ്റ് ഉണ്ടാകും. ചെറുത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. വേറെ എല്ലാത്തിനോടും നോ പറയുക. വേറെ ഒന്നും എനിക്ക് വേണ്ട, എനിക്കുള്ളത് നല്ല റിസൾട്ട് കിട്ടിയാൽ മതി, എനിക്ക് കുറച്ച് മതി, ഉള്ള റിസൾട്ട് കിട്ടിയാൽ മതി, അത് കറക്റ്റായിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്താണ്? ഗിവ്സ് കൺട്രോൾ ഓവർ ഇമ്പൾസസ്. ഇപ്പൊ അത് ചെയ്യുക, അങ്ങനെ പോയി ചെയ്യുക, ഇങ്ങനെ പോയി ചെയ്യുക എന്നുള്ള ഇമ്പൾസിനെ നമ്മൾ കൺട്രോള് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് ഇത്ര മതി, എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഇത് ചെയ്താൽ, ഇത് വൃത്തിക്ക് ചെയ്താൽ മതി. നമ്മൾ നമ്മുടെ കറക്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടത്, അത് കറക്റ്റ് സർവീസ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. സ്റ്റോപ്പ് ബീയിങ് റിയാക്റ്റീവ് ആൻഡ് സ്റ്റാർട്ട് ബീയിങ് ഇന്റൻഷൻ. റിയാക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിർത്തുക, ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. എനിക്കിതാണ് ചെയ്യാനുള്ളത്, ആ ഇന്റൻഷനിൽ പോവുക. വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട, വേറെ ഒന്നും എനിക്ക് കാണണ്ട, വേറെ ഒന്നും എനിക്ക് വേണ്ട. ആൻഡ് ടേൺസ് ഡ്രീംസ് ഇൻ ടു സിസ്റ്റംസ്. ഡിസിപ്ലിനുള്ള ആൾക്കാർ എന്താണ്, സ്വപ്നങ്ങളെ സിസ്റ്റത്തിലേക്ക് മാറ്റും. ജസ്റ്റ് സ്വപ്നങ്ങളെ വെറുതെ സ്വപ്നങ്ങളായിട്ട് കൊണ്ടു നടക്കാതെ ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാകും. ഗോൾ സ്റ്റോപ്പ് ബീയിങ് വിഷസ് ആൻഡ് ബിക്കം റിസൾട്ട്സ്. അവിടെ എന്ത് സംഭവിക്കും? ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളായി ഇങ്ങനെ തുടരുന്നത് മാറിയിട്ട് റിസൾട്ടായിട്ട് വരാൻ തുടങ്ങും. ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. എല്ലാ ദിവസവും എണീക്കുക, ഇന്ന കാര്യം ചെയ്യുക, എല്ലാ ദിവസവും എണീക്കുക, ഇന്ന കാര്യം ചെയ്യുക, എല്ലാ ദിവസവും എണീക്കുക, ഇന്ന കാര്യം ചെയ്യുക. സോ വാട്ട് ഹാപ്പൻസ്? റിസൾട്ട് വിൽ കം, റിസൾട്ട് വിൽ കം, റിസൾട്ട് വിൽ കം, റിസൾട്ട് വിൽ കം. കണ്ടിന്യൂസ്ലി റിസൾട്ട് ഇങ്ങനെ വന്ന് അത് അക്യുമുലേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. സോ യു ക്രിയേറ്റ് എ സിസ്റ്റം.
ഡിസിപ്ലിൻ ഉള്ളതാണ് എല്ലാ ദിവസവും ഇന്ന കാര്യം ചെയ്യുക. സിമ്പിളാണ്. എന്താണ് ചെയ്യേണ്ടത് എഴുതി വയ്ക്കുക. അല്ലെ, സ്കൂളിൽ എങ്ങനെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് എല്ലാ ദിവസവും സ്കൂളിൽ പോകണം. എല്ലാ ദിവസവും ഓരോ ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം. ആ ബുക്ക് എടുത്തിട്ട് സ്കൂളിൽ പോവുക, ക്ലാസ്സിലിരിക്കുക, ഹോംവർക്ക് ചെയ്യുക, ടീച്ചർ പഠിപ്പിക്കും അത് കേട്ടിരിക്കുക. സ്കൂളിൽ പോവുക, ക്ലാസ്സിലിരിക്കുക, ടീച്ചർ പഠിപ്പിക്കും അത് കേൾക്കുക, ടീച്ചർ ഹോംവർക്ക് തരും അത് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് സ്കൂളിൽ പോവുക, പഠിക്കുക, ക്ലാസ്സിൽ പോവാം. മനസ്സിലായോ? ആൻഡ് ദാറ്റ് ഇസ് എ സിസ്റ്റം. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? പഠിച്ച് ക്ലാസ്സിലിരിക്കുക, പഠിക്കുക, ടീച്ചർ പഠിപ്പിക്കും അത് കേൾക്കുക, ടീച്ചർ ഹോംവർക്ക് തരും അത് ചെയ്യുക, വീണ്ടും സ്കൂളിൽ പോവുക. ഇതന്നെയല്ലേ പരിപാടി? അശോർണ ആ കുട്ടി കഴിവുള്ള ഒരാളായി മാറുന്നു. ഇറ്റ്സ് എ സിസ്റ്റം. യു റിപ്പീറ്റ് സംതിങ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രാവിലെ എണീക്കുക, നിങ്ങളുടെ എന്താ ചെയ്യുന്നത്? സിസ്റ്റം. നമുക്ക് പല കാര്യത്തിനും സിസ്റ്റംസ് ഉണ്ട്. രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്. ഇതേപോലെ തന്നെ ലൈഫിൽ ബിസിനസ്സിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് വേണ്ട റിസൾട്ട് ഇതാണ്. ആ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരാഴ്ചയിൽ ഇത്തിരി റിസൾട്ട് വേണം. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? വേറെ പുതിയതൊന്നും ആഡ് ചെയ്യാതിരിക്കുക. സ്കൂൾ ടൈമിൽ വേറെ എന്തെങ്കിലും ആഡ് ആവുമോ? ഇല്ല. സ്കൂൾ ടൈം മാത്രമാണ്. ബാഗ് എടുക്കുക, സ്കൂൾ യൂണിഫോം ഇടുക, പോവുക, സ്കൂളിൽ പഠിക്കുക, തിരിച്ചു വരിക, സ്കൂളിലേക്ക് പോവുക, പഠിക്കുക, തിരിച്ചു വരിക. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ഓഗസ്റ്റ് 15 സെലിബ്രേഷനോ അല്ലെങ്കിൽ ഓണം സെലിബ്രേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികളെ കുറിച്ച് അവധികൾ ഉണ്ടാകും എന്നുള്ളതല്ലാതെ just go and come back, go and come back, go and come back. So you should have a system. Shafi especially young creator, this is my system. Get up and do a morning session. Morning meditations കൊടുക്കുക, അതേപോലെ മോർണിംഗിൽ സംഗതികൾ ചെയ്യുക. Every day I have to do this, I have to do this. Don't change anything. The result will be consistent. Yes or no? That's all. To result be consistent, you have to create a system which is consistent. ഒരു ആക്ഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്. മനസ്സിലായോ? അപ്പോ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആലോചിക്കാം. ആൻഡ് ബിൽഡ്സ് കോൺഫിഡൻസ്. എവറി സ്മോൾ വിൻസ് കോമ്പൗണ്ട്സ് ഇൻടു ബിഗർ വിൻസ്. ചെറിയ ബിൽഡ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. എവറി സ്മോൾ വിൻ കോമ്പൗണ്ട്സ് ഇൻടു ബിഗർ വിൻസ്. ചെറിയ വിന്നുകൾ എന്ത് ചെയ്യും? വലിയ വിന്നിലേക്ക് നമ്മൾ നയിക്കും. എവറി സ്മോൾ വിൻ കോമ്പൗണ്ട്സ് ഇൻടു ബിഗർ വിൻസ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ചെറിയ സംഗതികൾ അച്ചീവ് ചെയ്ത് വരുമ്പോൾ വലിയ ടാസ്കുകളിലേക്ക് പിന്നീട് പോകാൻ നമ്മളെങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. So how to develop self-discipline? Building self-discipline requires strategic action, not just willpower. Willpower മാത്രം പോരാ. There is a roadmap to developing unshakable discipline. ഷേക്ക് ചെയ്യാത്ത ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഫസ്റ്റ് സ്റ്റാർട്ട് സ്മോൾ. ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ഡോണ്ട് ട്രൈ ടു ഓവറോൾ യുവർ എൻ്റയർ ലൈഫ്. ബിഗിൻ വിത്ത് വൺ സ്മോൾ പ്രോമിസ്. എക്സാമ്പിൾ, 5 minutes ഓഫ് ജേർണലിംഗ് ഡെയിലി. 5 മിനിറ്റ് വായിക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റ് എഴുതാം. 1 പുഷപ്പ്. എല്ലാ ദിവസവും എന്ത് ചെയ്യുക? 1 പുഷപ്പ്. 10 എടുക്കേണ്ട ഒറ്റയടിക്ക് പോയിട്ട് 1 എടുക്കാൻ പറ്റുമോ? ഓക്കെ, 1 എടുക്കും. 5 ദിവസം, 10 ദിവസം, അതിങ്ങനെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം. തുടക്കത്തിൽ എന്ത് ചെയ്യാം? 10 മിനിറ്റ് നടക്കാം. അരമണിക്കൂർ നടത്തുന്നു കൊടുക്കണം. എല്ലാ ദിവസവും നടക്കില്ല, 10 മിനിറ്റ് നടക്കാമല്ലോ. അപ്പൊ അത് നമ്മളിങ്ങനെ 10 മിനിറ്റ് നടത്തുന്നു, നിർത്തുന്നു. കീപ് ഇറ്റ് നോൺ നെഗോഷ്യബിൾ. അതെന്ത് ചെയ്യുക? ചെറിയ ഗോൾ എന്ത് ചെയ്യാൻ എഴുതി വയ്ക്കുക. അല്ലെ, 1/2 പേജ് വായിക്കുക, അല്ലെ 5 മിനിറ്റ് വായിക്കുക. ഒരുപാട് നേരം വായിക്കണ്ട. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക. ഒരു 5 പേരെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ 3 പേരെ കോൾ ചെയ്യുക. പറ്റുമല്ലോ? പിന്നെ അത് കൂട്ടിക്കൊണ്ടുവരിക. ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യുക. ഒരു സപ്ലയറെ കണ്ടെത്തുക. ഒരാളൊരു ദിവസം വിളിക്കുക. അങ്ങനെ ചെറിയ ഗോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 5 ദിവസം 10 ദിവസം കഴിഞ്ഞ് പതിയെ കൂട്ടിക്കൊണ്ടുവരിക.
ഇതെല്ലാം കൂടെ ആവേശ് കുമാറായിട്ട് ഇതെല്ലാം കൂടെ എന്തൊക്കെയോ ചെയ്ത് എല്ലാം കൂടെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്താൽ മാക്സിമം ചെയ്യാം, യു വിൽ നോട്ട് കണ്ടിന്യൂ. ക്ലിയർ ആണോ? Because that is exhausting. Just take one thing, keep at it. One thing, it's boring. It's boring. It's not exciting, but it's beautiful. Clear or not? It will give you a result. നിങ്ങൾക്ക് നിങ്ങളോട് ഒരു ബഹുമാനം ഫീൽ ചെയ്യാൻ പറ്റും. സോ സെൽഫ് ഡിസിപ്ലിൻ എന്താണെന്ന് വെച്ചാൽ യു ജസ്റ്റ് സ്റ്റാർട്ട് സ്മോൾ. ചെറിയ കാര്യം ചെയ്ത് സ്ഥിരമായിട്ട് നെക്സ്റ്റ് ക്രിയേറ്റ് സിസ്റ്റംസ്, നോട്ട് വിൽ പവർ ബാറ്റിൽ. നമ്മളെന്താ വെച്ചാൽ ഒരു വിൽ പവർ യുദ്ധമല്ല നമുക്ക് വേണ്ടത്, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. റിമൂവ് ഫ്രിക്ഷൻ ഫോർ ഗുഡ് ഹാബിറ്റ്സ്. നല്ല ഗുഡ് ഹാബിറ്റ്സിനുള്ള ഫ്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ലേ ഔട്ട് യുവർ വർക്കൗട്ട് ക്ലോത്ത്സ്. നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഏതൊക്കെ വർക്കൗട്ടിനാണ് പോകുന്നത്, വർക്കൗട്ട് ക്ലോത്ത്സ് എന്താണ് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, തീരുമാനിച്ചിരിക്കുക. Add a friction to bad words. Delete food delivery apps if you are trying to eat clean. നിങ്ങൾക്ക് എല്ലാം എളുപ്പമാക്കാൻ ശ്രമിക്കുക, ഒരു സിമ്പിൾ ആക്കി കൊണ്ടുവരിക. നല്ല ഹാബിറ്റ്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പ്ലാനൊക്കെ തയ്യാറാക്കി വെക്കുക. അതിന് എളുപ്പമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതിന് വേണ്ട സൗകര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മോശം സംഗതികളാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്തൊരു കാര്യം പറയുക. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കും. അപ്പം ഞാൻ അതിനു വേണ്ടി ചെയ്തത്, ഞാൻ ജിമ്മിൽ പുറത്ത് പോയിട്ട് ജിമ്മിൽ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പുറത്ത് പോയിട്ട് ജിമ്മിൽ പോകുന്നതിന് പകരം ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഹൈലൈറ്റ് ഇതിൽ തന്നെ നമുക്ക് ഉള്ളിൽ ജിംനേഷ്യം. അപ്പോൾ ഈ ഉള്ളിലെ ജിംനേഷ്യത്തിൽ ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ട്രെയിനറെ കിട്ടില്ല. അങ്ങനെ ദിവസം ഞാൻ ട്രെയിനറെ കണ്ടെത്തി. ട്രെയിനർ വരും, എനിക്ക് ക്ലാസ്. അപ്പോൾ എനിക്ക് ട്രെയിനർ ഇല്ലാതെ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യാനും എനിക്ക് മടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗുഡ് ഹാബിറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ട്രെയിനർ ഉണ്ടെങ്കിൽ എനിക്കൊരു കുറച്ചൊരു സുഖമാണ്. എനിക്ക് വർക്കൗട്ടൊക്കെ കറക്റ്റ് ആവും, ഫോം കറക്റ്റ് ആവും, എനിക്ക് ഇഞ്ചുറി വരാതിരിക്കും. അപ്പോൾ നല്ലത് എപ്പോഴും ട്രെയിനർ ഉണ്ടാകും. ട്രെയിനർ ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റ് ഫുഡ് ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ആളെല്ലാം ട്രാക്ക് ചെയ്യും, കുറേ കാര്യങ്ങളിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ അതുള്ളത് കൊണ്ട് പുള്ളി വരുന്നത് കൊണ്ട് എന്തുണ്ട്, സുഖമാണ്, അത് എളുപ്പമാണ്. എനിക്ക് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തെല്ലാം എടുത്തിട്ട് വണ്ടി എടുത്ത് ട്രാഫിക്കിലൂടെ അങ്ങോട്ട് പോയിട്ട് ക്രോസ് ചെയ്തിട്ട് പോയിട്ട് അവിടെ അധികം ദൂരമൊന്നുമില്ല. പക്ഷെ ഞാൻ അത് എളുപ്പമാക്കിയത് അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യണം, ജിമ്മ് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജിമ്മിൻ്റെ കുറച്ച് ഡംബൽസോ സംഗതികളൊക്കെ വീട്ടിൽ വാങ്ങാം. ഞാൻ ഈ ട്രെയിനിങ് തുടങ്ങുന്ന ഈ ജിമ്മിൽ പോയി തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് വീട്ടിൽ തന്നെ കുറേ ഡംബൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വെയിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. കാരണം ആ ഒരു ഹാബിറ്റ്സ് കട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ വർക്കൗട്ടിന് ഞാൻ അങ്ങനെ സിംപ്ലിഫൈ, കുറച്ചുകൂടി എളുപ്പമാക്കി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ്, നമ്മൾ ടൈം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ടൈം വേസ്റ്റ് ആവരുത്, നമുക്ക് എനർജി ഓവറായിട്ട് ലൂസ് ആവരുത്. പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം നിങ്ങളിപ്പോൾ എല്ലാവരും നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ പരമാവധി എളുപ്പമാക്കാൻ ശ്രമിക്കുന്നത് അത്രയും നല്ലത്. മനസ്സിലായോ? അപ്പം ഇനി സെൽഫ് ഡിസിപ്ലിൻ വേറെ രീതിയിലും ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഓക്കെ ഹാർഡായിട്ട് ചെയ്തിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ ഫൈൻ, അതങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹാർഡായിട്ട് തന്നെ ചെയ്യുക. കുറച്ച് ദൂരം ആണ്, ആ ദൂരത്തേക്ക് വണ്ടി എടുത്ത് പോയിട്ടാണെങ്കിൽ അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. ഓക്കെ, അതിനുള്ള ടൈമും എനർജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗോ ആൻഡ് ഡു ഇറ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക, ഓൺലൈനിൽ ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, യൂസ് ക്ലിയർ സ്റ്റാൻഡേർഡ്സ്. ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്യുക. വെരി ഗോൾസ് കിൽ ഡിസിപ്ലിൻ. വ്യക്തമായിട്ട് ചെയ്യണം, എന്താണ് എനിക്ക് ഇന്ന് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ഐ വിൽ എക്സസൈസ് മോർ, ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്യും എന്ന് പറഞ്ഞതിന് പകരം ഞാൻ മാക്സിമം ചെയ്യുമെന്ന് പറഞ്ഞതിന് പകരം വേണ്ട, വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇന്ന് 30 മിനിറ്റ്സ്, വ്യക്തത വേണം. 30 മിനിറ്റ് ഞാൻ ഇന്ന് എല്ലാ ദിവസവും നടക്കും. അല്ലാതെ ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 4 വർക്കൗട്ട്. അപ്പം ഞാനിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ
4 വർക്കൗട്ട് ഒരു ദിവസം ചെയ്യും. അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു അവയവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിന് വേണ്ടിയിട്ട് 4 വർക്കൗട്ട് ചെയ്യും. അതാണ് എൻ്റെ ഒരു മിനിമം. ആ മെയിൻ 4 വർക്കൗട്ട് ചെയ്യുക, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം 4 ചെയ്യുക, തിരിച്ചു പോകുക. അപ്പോൾ ഒരുപാട് ചെയ്തുകൂടെ? ചെയ്യാം, വേണ്ട, ചെയ്യില്ല. ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യലാണ്. ഒരുപാട് ചെയ്ത് ആവേശം കയറി ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല. 4 ചെയ്യുക, കഴിഞ്ഞ് തിരിച്ചു പോകുക. 4 ചെയ്യുക, കഴിഞ്ഞ് തിരിച്ചു പോകുക. നമ്മൾ കൂടുതൽ ചെയ്യാതിരിക്കുക. എത്രയാണോ പറഞ്ഞത് അത് മാത്രം ചെയ്യുക. അതാണ് സെൽഫ് ഡിസിപ്ലിൻ. അതിനപ്പുറത്തേക്ക് ആവേശം കയറി ചെയ്യുന്നത് അത് നമുക്ക് വേറെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. പലതും ആവേശം കാണുമ്പോൾ അനുസരിച്ചൊക്കെ ചെയ്യാൻ നോക്കും. 4 ചെയ്യുന്നു, തിരിച്ചു വരുന്നു. 4 ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഗോട്ട് ഇറ്റ്? ഓക്കെ. എന്നിട്ട് പിന്നീട് ഒന്ന് സ്ട്രോങ് ആയതിനു ശേഷം ഇമ്പ്രൂവ് ചെയ്യേണ്ട സമയത്തുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുക. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ട്രാക്ക് പ്രോഗ്രസ്. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രസ് മെഷർ വാട്ട് യു ആർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ? സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ആൾക്കാരെ വിളിക്കും, ഓക്കെ, ഒരു ദിവസം ഓക്കെ ഞാൻ 10 പേരെ വിളിക്കും, അല്ലെങ്കിൽ 20 പേരെ വിളിക്കും, 30 പേരെ വിളിക്കും. വേറെ ഒന്നും നോക്കണം. 30 പേരെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഓക്കെ, 30 പേരെ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ 40 പേരെ ഞാൻ വിളിക്കും. 40 പേരെ ഒരു ദിവസം ഞാൻ ഇന്ന് വിളിച്ചാലും ഉറപ്പാണ് എനിക്ക് അതിൽ എന്തായാലും 2 പേര് 3 പേര് എന്തായാലും ക്ലോസ് ആവും. അങ്ങനെ 3 പേര് എനിക്ക് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എന്ത് കിട്ടും? 3 പേരെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3 21 പേരെ എനിക്ക് ക്ലോസ് ചെയ്യേണ്ടത്. ആ 21 പേരെ എനിക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 പേരെ ഡെയിലി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഞാൻ എന്ത് ചെയ്യാം? ഒരു 40 പേരെ വിളിച്ചാണ്. ദാറ്റ്സ് ഇറ്റ്. ഇതിന്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്, എത്ര പേരെ ഞാൻ വിളിച്ചു, എങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര ആൾക്കാർ, എത്ര നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കണക്ക് സൂക്ഷിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? നല്ല രീതിയിലേക്കുള്ള റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സ്പെക്ട് റെസിസ്റ്റൻസ്. നമ്മളിൽ നിന്ന് തന്നെ ഇതിനോടൊരു എതിർപ്പുണ്ടാവും. യുവർ മൈൻഡ് വിൽ ഫൈറ്റ് ചേഞ്ച്. ഡിസിപ്ലിൻ ഈസ് അബൌട്ട് റെക്കഗ്നൈസിങ് എക്സിസ്റ്റ് ഫോർ വാട്ട് ദേ ആർ എനാക്ടിങ് ഇൻ യുവർ. നമുക്ക് പലപ്പോഴും നമ്മളെന്താ വെച്ചാൽ മൈൻഡ് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. കാരണം നമുക്ക് ഒരുപാട് ട്രോമയുണ്ട്. അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ EFT ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് ഇന്ന് ടാപ്പ് ചെയ്യാം, എന്നിട്ട് നേരെ അടുത്ത് ചെയ്യാൻ പോകും. അതേപോലെ റിവാർഡ് യുവർ സെൽഫ് വൈസ്ലി. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇടയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം. സെലിബ്രേറ്റ് പ്രോഗ്രസ്. ഈ വിജയം ഉണ്ടാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക. ബട്ട് വിത്ത് റിവാർഡ്സ് ദാറ്റ് അലൈൻ വിത്ത് യുവർ ലോങ് ടേം ഗോൾസ്. ലോങ് ടേം ഗോളിലേക്ക് അലൈൻ ചെയ്യുന്ന തരത്തിലുള്ള റിവാർഡ്സ് ആകാം നല്ലത്, നോട്ട് അഗെയിൻസ്റ്റ്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ നന്നായിട്ട് ഞാൻ പ്രോഗ്രസ് ഞാൻ ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഓക്കെ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും അടിച്ചു പൊളിച്ച് ഫുഡ് അങ്ങോട്ട് കഴിച്ചിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് എനിക്ക് വാങ്ങിക്കൊടുത്ത് നല്ല രീതിയിൽ അങ്ങ് എന്നെ അങ്ങ് എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ ആവില്ല. അതിനെതിരാണ്, ഹെൽത്തിനെതിരാണ്. അപ്പം അതിന് പകരം എന്താ വേണ്ടത്? റിവാർഡ് ചെയ്യേണ്ടത് എന്താണ്? ലോങ് ടേം ഗോൾസിൽ റിവാർഡ് ചെയ്യേണ്ടത് നമുക്കൊരു നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനിങ് ആണ്, നല്ലൊരു ഷൂ വാങ്ങിച്ചു കൊടുക്കുക. നമ്മൾ ഇത്രയൊക്കെ അച്ചീവ് ചെയ്താൽ അപ്പം നമുക്ക് നല്ലൊരു ഷൂ വാങ്ങിക്കുക, സ്പോർട്സ് ഷൂ. എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടൂളുകൾ വാങ്ങിക്കുക. റിസ്റ്റ് ബാൻഡുകളൊക്കെ ഉണ്ട്, നമ്മുടെ ഹെൽത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കുക. നമുക്ക് നമ്മൾ തന്നെ ഗിഫ്റ്റ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? ബിൽഡ് ഐഡന്റിറ്റി അറൗണ്ട് ഇറ്റ്. മറ്റേത് എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ഐ എം ട്രൈങ് ടു ക്വിറ്റ് സ്മോക്കിംഗ്, ഐ എം നോട്ട് എ സ്മോക്കർ, ഡിസിപ്ലിൻ സ്റ്റിക്ക് വിത്ത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹൂ യു ആർ ടു ബിലീവ്. നമ്മളെപ്പോഴും നമ്മളോട് പറയുക ഞാൻ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യൂ, നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനിയും ഒരുപാടുണ്ട്, നമ്മളെല്ലാം പറയുന്നില്ല. അടുത്ത ദിവസം വീണ്ടും വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊന്നും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അടുത്ത 3 ദിവസം നടക്കുന്ന പ്രോഗ്രാം ഉണ്ട്, കോഴിക്കോട് ഹോട്ടൽ ഡിമോറയിൽ വെച്ചിട്ട്. അഡ്വാൻസ് ഹീലിംഗ് പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ പേര് ദ അൺസീൻ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാമാണ്. അതിലേക്ക് നിങ്ങൾ വരിക. പകരത്തെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ എല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുൾ പ്രോഗ്രാം.
അത് 3 ദിവസത്തെ പ്രോഗ്രാമാണ്. EFT ബേസിക് ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ വരാം. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സോ കം ടു ദാറ്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടെ കൊടുക്കും. നമ്പർ ഉണ്ട് 780 നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് സംസാരിക്കാം. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാം. ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക്. ഓക്കെ, ക്ലിയർ? ഇത്രയും പറഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? ഉപകാരപ്പെട്ടോ? പ്ലാൻ ആയോ? ഹലോ, വല്ലതും നടക്കൂ? വരുമാനം ഉണ്ടാക്കണം കേട്ടോ. എല്ലാവരും വരുമാനം ഉണ്ടാക്കണം. നിങ്ങളിങ്ങനെ വരുമാനം ഉണ്ടാക്കാതിരിക്കരുത്. യു ഹാവ് ടു മേക്ക് മണി. യു ഹാവ് ടു ക്രിയേറ്റ് മണി, ടു ക്രിയേറ്റ് വെൽത്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓൾറൈറ്റ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ല രീതിയിലേക്ക് എല്ലാവരും വർക്ക് ചെയ്യുക, ഉഷാറായിട്ട് മുന്നോട്ട് വരാം. താങ്ക് യു എവരിവൺ. Thank you, sir. Thank you, sir. Thank you, sir.